എന്താ റമീസ ഉണ്ണിയാൽ ഇത്ര തിരക്ക്? രണ്ട് പെയിന്റ് ഹൗസ് ഇത്ര തിരക്കില്ല. അതെ, ഒറ്റക്ക് അവിടെ നിന്നോട്ടെ. അവിടെ ഫുള്ള് കടകളൊക്കെ വന്നാണല്ലോ. അന്ന് വന്നൊരു മനുഷ്യല്ലേന്നു അല്ലേ? ഷാദിർ കൈരളില്ലേ, അയാൾ ഇവിടെ ഇവിടെ ഉണ്ട്. കയ്യൊന്തിക്കാൻ പറയടാ, കയ്യൊന്തിക്കാൻ പറയും. കടല് കാണുന്നുണ്ടോ? അതായത് ഇവിടെ 2-3 ഭാഗം എത്ര പോരെ ഇഞ്ച് പറയാനുണ്ട്. അടുത്തുള്ള ഷോപ്പിന്റെ ഒരു പേര് പറയും. താടിക്കാരനാണോ, ഫാമിലി ആണോ, പിന്നെന്താ കടന്നാക്കുടിയാണോ, ഏതാണ്? എവിടെയാണ്? തണുപ്പോ ചൂടോ ചോദിച്ച് ആ റോട്ടിൽ കൂടി വന്നിട്ട് കല്ലുമ്മ ഇരിക്കാണോ അതോ ബീച്ചിലാണോ? കൊട വെച്ചിട്ടുള്ള ഒരു കട ഉണ്ടല്ലേ, ഭയങ്കര വല്ലാത്ത. കൊട വെച്ച കടന്റെ അടുത്തുണ്ട്. അല്ല, നിങ്ങളുടെ ബാക്കിലൊരു ഇൻറ്റൊന്നും ഇല്ല. ചെങ്ങായിക്ക് കറക്റ്റ് സ്ഥലം പറയാറില്ലെങ്കിൽ റമീസ് പേരിന്ന് കുളിച്ചല്ലേ, റമീസ് കുളിക്കണ്ടേ കടല്? നമുക്ക് കിട്ടിയ പെണ്ണ് വരെ കുളിച്ചല്ലേ, അതൊന്നും ശീലമില്ല. അവൻ കിട്ടിയ പെണ്ണ് വരെ കുളിച്ചു, രണ്ടാളൊക്കെ തന്നെയാണ്. റമീസ് എന്താ ഇറ്റത്തേക്കാണ് കൊണ്ട് വിളിച്ചാണ്. വിളിച്ചില്ലേ? ഇപ്പോൾ വിളിച്ചാണ്. ദാറ്റ് ഈസ് മാജിക്. റമീസ് തനിക്ക് പെണ്ണില്ലടാ, എൻ്റെ കല്യാണം ഞാൻ മുടക്കിയത്, എൻ്റെ വണ്ടി പെണ്ണിട്ടിങ്ങ. ഈ നാട്ടിലെല്ലാം പെണ്ണില്ലാത്തുള്ളൂ. വേറെ നാട്ടിൽ നിന്ന് ഇറക്കുന്നു. എത്ര നമുക്ക് ഇതിൽ കൂടെ എങ്ങനെ ഇങ്ങനെ ഇറങ്ങും? നമ്മൾ റോഡ് മല അങ്ങനെ റമീസ് പെയിന്റ് അടിച്ച് കാണാൻ വേണ്ടിട്ട് 2 കിലോമീറ്റർ നടന്നു ഗൈസ്. ബൈക്ക് കൊല്ലണ്ട ഇതിൽ ഞാനില്ല. ഓരോ പ്ലാൻ ഉണ്ടാക്കി തന്തനൊക്കെ വല്ല പോയി കണ്ടുപിടിച്ചാലോ? എങ്ങനെ കണ്ടുപിടിക്കുക? ബാക്കിൽ പോയിട്ട് കടലിച്ച് ഇരിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ ഉണ്ട് പച്ച ഷർട്ട്. അതിനെനിക്കറിയാം. പച്ച ഷർട്ട് പറഞ്ഞ വാടഞ്ഞു മതി. ഇതിമേ കയറ്റി എടുത്തിട്ട് റമീസിന് ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തോ. അതെ അതെ കേറിക്കോളൊക്കെ ഞാൻ മുമ്പിലുണ്ടല്ലോ, കേറിക്കോൾ ധൈര്യമായിട്ട് തെങ്ങിന് തലയില്ലടാ. റമീസ് എങ്ങോട്ടൊക്കെ അതിന്റെ ഈ സൈഡിൽ കളർ കൊടുത്തിട്ടിയാ, അവിടെയും പൈസ ലാഭിച്ചില്ല. എന്താ പറയുള്ളത്? വെൽക്കം. ഈ സൈഡിൽ പെയിന്റ് അടിച്ചാൽ പൈസ ലാഭിച്ചില്ല. നിങ്ങളുടെ പെയിന്റ് ആക്കി ഒന്നുകൂടി കളറായില്ലേ? എല്ലാം പറയണ്ട. ഹോട്ടലൊന്നും ഇല്ലല്ലോ. 2 കിലോനായി. ഓലൊരു റൈഡിന് പോയി അന്ന് നിങ്ങളെല്ലാരും കൂടി വട്ടം കൂടിക്കും. കടൽ ശോഭിക്കുന്നു. എന്ത് എന്നോട് കടൽ പെടക്കണല്ലേ? അതെ, അതിനൊട്ട് പഠിപ്പിച്ചേണ്ടി വരും. പാണ്ടവരൊക്കെ പോയിക്കോളും. ഉണ്ണിയാലി ബീച്ചൊക്കെ ഫുൾ ആളായില്ലേ?
പോയി ബില്ല് കൊടുക്കുക. ബില്ല് കൊടുത്താ നമ്മള് പറഞ്ഞതിന് മുമ്പ് എല്ലാം എസ്കേപ്പ് ചെയ്തല്ലേ നിങ്ങള് നമ്മള് പറഞ്ഞതിന് പച്ച ഷർട്ട് അത് ചോദിക്കണം ഞാൻ വന്ന്. ഞാൻ പറഞ്ഞു ഇയാള് പച്ച എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കളറാണ്. എന്നാ ചായ പറയും, വെള്ളം പറയും, ചായ പറയും. ഞാൻ എന്താ പറയാന്ന് എന്താണ് ഒരു 4 ചായ പറയാന്? ഒരു കമ്പനി മലയാളിയല്ലേ നിങ്ങള്? ഇയാൾക്ക് നിങ്ങൾക്ക് കണ്ട കറക്റ്റ് റമീസാണ് ഇന്ന് ബില്ല് കൊടുക്കേണ്ടത്. കഴിക്കണമെന്നറിയാന് ഐസ്ക്രീം ആണോ ചെക്കന് മൂച്ചിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കി. അതിന് മുമ്പിൽ വെച്ച് തിന്നു നോക്ക്. നമ്മളതിനൊന്നും ചെയ്തില്ല. യന്ത്രം വാഷ് ചെയ്യണം. കയ്യെ കണ്ടാക്ക കഴിക്കുന്ന വേറെ പാട്ട് പാടിത്തരില്ലടാ. അതെന്താ സാധനം? ഞാനോ ചോദിക്കല്ല ബെഞ്ചിക്കൻ അങ്ങനെ ഫുള്ള് വിത്തോട്ടായാ ഞാനുണ്ട് കളറായില്ലേ? ബിസിനസ് പരിപാടി ഒഴിവാക്കും. നമ്മൾ ഈ ബിസിനസ് ഉള്ള ആൾക്കാരെ ബിസിനസ് മാൻമാരായിട്ട് ടൂർ പോകുന്ന അതാണ് അവസ്ഥ. ഫുൾ ടൈം കോള് അല്ല ബിസിനസ് മാൻമാരായുള്ള നാളെ ചോദിച്ചോ. 2 സ്ക്രൂ 2 വർക്ക് പേപ്പർ ബിസിനസ് മാനായിട്ട് നമ്മളെ കമ്പനി കൂടെ വേറെ ഒരു സാൻഡ്വിച്ച് ആകണം. ഒന്ന് സാൻഡ്വിച്ച് ആയിക്കോട്ടെ. ഇത് തിന്നോളാം. ഞാൻ വേണ്ട സാൻഡ്വിച്ച് അല്ല വേണ്ട, നീ തിന്നോ. ഞാൻ സാൻഡ്വിച്ച് തന്നോ കഴിച്ച് ജ്യൂസ് ഞാനുള്ള ഒരു കൂട്ടുകാരുണ്ടായിട്ട് വന്നപ്പോ എന്തേന്ന് വലിയ 3ന്റെയും കൂടി പൗതി പങ്ക് കൊടുക്കണ ഒപ്പം ഒരേ മസാല നല്ല എരുവില്ലേ? ഒരേ മസാല. എങ്ങനെയുണ്ട് കടി? സൂപ്പർ. വെള്ളം തുറക്ക് അല്ല എരിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഫുഡ് ഞാൻ സത്യമായിട്ട് സ്വർഗത്ത് പോയാലും സ്വർഗത്ത് പോയാലും ഇവിടുത്തെ കടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ കടിക്കും ഒരേ ടേസ്റ്റോ. അത് ബൂസ്റ്റ് വെള്ളം ചേർത്ത് 5 റുപ്യ വെള്ളം ചേർത്ത് 5 റുപ്യന്റെ ഒരു പാക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് 4 ആൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി. എന്താ ലാഭം? എന്താ ലാഭം അല്ലേ? അതിൽ ഒന്ന് വിത്തോട്ടാക്കി പറയുമ്പോൾ എല്ലാം വിത്തോട്ടാക്കി അതും ലാഭം. മൊത്തത്തിൽ ബിസിനസ് ലാഭത്തിലാണ്. നമുക്ക് ബിസിനസ് തുടങ്ങിയില്ലെങ്കിൽ ആലോചിക്കാം. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ല, എന്തെങ്കിലും പോവുമല്ലോ. കാരണം ഇന്ന് തിന്നണവർ നാളെ തിന്നാ ചെയ്യാ. നാളെ വേറെ ആൾക്കാർ ജനസംഖ്യ കുറക്കാം. അതെ ഇല്ല ഞങ്ങളുടെ കൂടെയാണ്. ഫോൺ അടിച്ച റോഡ് വീതി ഓടുന്നു. അവനോട് ആരാ പറഞ്ഞു? ബില്ല് കൊടുക്കും, ബില്ല് കൊടുക്കും. ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നു.